എന്തായാലും ഈ ഒരുപാട് കഥകൾ കേൾക്കുന്ന, കഥകൾ റിജക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഷീലുവിന് സ്പെഷ്യലി നമുക്ക് ഇന്നൊരു കഥ കേൾക്കാൻ ഒരു അവസരമാണ്. സിനിമ എടുക്കണോ വേണ്ടയോ അതൊക്കെയല്ല, വെറുതെ ഒരു കഥ കേട്ട് നമുക്കങ്ങ് രസിക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അതായത് കഥ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കഥാപ്രസംഗക്കാരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. ഒരാളല്ല, രണ്ടുപേരാണ്. കടയ്ക്കൽ സിസ്റ്റേഴ്സ്, അവരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ അവരുടെ കഥാപ്രസംഗത്തിലൂടെ നമുക്ക് കടയ്ക്കൽ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കതൊരു ഒരു സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര്. അതെ 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 അതെ, കടയ്ക്കൽ സിസ്റ്റേഴ്സ്. രണ്ട് നായികന്മാരെ വെച്ചുള്ളൂ, ഒരു നായിക ഞാനും ഒരു നായിക താങ്കളും ആയ സൂപ്പറാവും. അത് തന്നെ, കടയ്ക്കൽ സിസ്റ്റേഴ്സ്. അപ്പൊ അവരുടെ എന്താണ്, അവരുടെ കഥ എന്താണ്, അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നൊക്കെ അവർ വന്നതിന് ശേഷം നമുക്ക് കേൾക്കാം. റെഡി? അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കടയ്ക്കൽ സിസ്റ്റേഴ്സ്. അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നല്ല പിച്ചിപ്പൂവിന്റെ സുഗന്ധമായിട്ട് രണ്ട് പെൺകുട്ടികൾ, അതിങ്ങനെ ആ ഒരു പിച്ചിപ്പൂവിന്റെ മണം ഇങ്ങനെ വരുന്നു. കാണാനും നല്ല ഐശ്വര്യമായിട്ടുണ്ട് അല്ലെ, പട്ടുപാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട്. നിങ്ങളുടെ നമ്മള് കടയ്ക്കൽ സിസ്റ്റേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവരുടെ പേരുകൾ ശരിക്കും ഉള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തണം. പേര്? എന്റെ പേര് ദേവിക. ദേവിക. എന്റെ പേര് അഭിനന്ദ. അഭിനന്ദ. അപ്പൊ അഭിനന്ദ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ +1 പഠിക്കുന്നു. +1 പഠിക്കുന്നു. ഏതാണ് എടുത്തിരിക്കണത്? ബയോളജി സയൻസ്. ബയോളജി സയൻസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? സയന്റിസ്റ്റ്? ഡോക്ടർ ആവാൻ ഒരു ആഗ്രഹമുണ്ട്. സൂപ്പർ. ഇനി ദേവികയ്ക്ക് എന്ത് ചെയ്യണു? ഞാൻ സ്വാതിരുന്ന സംഗീത കോളേജിലെ MA ഡാൻസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി. ഡാൻസ് സെക്കൻഡ് ആണ്. ഓക്കെ. ഏതാണ്? ഭരതനാട്യം. കേരള നടനമാണ്. ഓക്കെ. അല്ല, ഇവിടെ വരുന്ന എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ റെഡ് കാർപ്പറ്റിന്റെ ഒരു സവിശേഷതയായിരിക്കും, നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാം കുറച്ച് സവിശേഷമാണ്. ഇപ്പം ഈ വിസിലടിക്കുന്നത് പോലെ തന്നെ. സോ എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ തന്നെ ഒരുപാട് നാളുകൾ മുന്നോട്ട് പോയിട്ടാണ് ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഇതുപോലുള്ള പ്രതിഭകളെ കാണാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടുവാണ്. അപ്പൊ കേരള നടനത്തിൽ റാങ്ക് ഹോൾഡർ ആണ് അല്ലേ? ഡിഗ്രിയിലെ സെക്കൻഡ് റാങ്ക് ആണ്. സൂപ്പർ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഈ കഥാപ്രസംഗ രംഗത്തേക്ക് വന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആണോ, അതെയോ ഈ ഒരു കലാരൂപത്തെ നിങ്ങൾക്ക് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയാണോ? എന്താണ് ഈ കഥാപ്രസംഗം ചൂസ് ചെയ്യാനുള്ള കാരണം? ചൂസ് ചെയ്യാനുള്ള കാരണം, കലോത്സവ വേദിയിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കഥാപ്രസംഗം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് എന്തുകൊണ്ടൊരു പെൺകുട്ടികൾക്ക് കഥാപ്രസംഗ രംഗത്ത് വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു കലാരൂപം ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒരു വാല്യൂ. അത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് ഈ കഥാപ്രസംഗം അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യും? പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, നാടൻ പാട്ട്. എന്റെ അമ്മോ, ഇതിനൊക്കെ എപ്പോ സമയം? അത് അമ്മ എല്ലാം പഠിപ്പിക്കും. അമ്മയുടെ ഇൻട്രസ്റ്റിലാണ് അത്, ചെറുപ്പത്തിലേ കിട്ടുന്ന ഒരു. അതെ അതെ, രണ്ടുപേർക്കും ഈ പറഞ്ഞ എല്ലാ രണ്ട് ഇത് അതുപോലെ ഞാനും ഡാൻസ്, പാട്ട്, കഥാപ്രസംഗം, പിന്നെ ഓട്ടൻ പറയും ചെയ്ത്, അങ്ങനെ ഈ 3 തുള്ളൽ നമ്മൾ സ്റ്റേറ്റ് ലെവൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ ലക്ഷ്യം തന്നെ സ്ത്രീകളെ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ട് എത്തിക്കാന്ന് തന്നെയാണ്. ഇവർ രണ്ടുപേരും അതിനൊരു ചവിട്ടുപടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളിലൂടെ അത് അങ്ങനെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആൾക്കാരാണ്. അതില് കോൺഫിഡൻസ് ഉണ്ടല്ലോ. കറക്റ്റ്. നമുക്കൊരു പാട്ട് കേട്ടാലോ? നിങ്ങൾ രണ്ടുപേരും നന്നായി പാടും എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് രണ്ടുപേരും ഒരുമിച്ച്. യെസ്. മുത്തുകാരിയേശോദ മൂങ്കിടമൂത്യമൂ വീടു തിത്തറാണി മഹിമല ദേവകീ സുതോടു. മുത്തുകാരിയേശോദ മൂങ്കിടമൂത്യമൂ വീടു തിത്തറാണി മഹിമല ദേവകീ സുതോടു. മുത്തുകാരിയേശോദ മൂങ്കിടമൂത്യമൂ വീടു ദിത്തറാണി മഹിമല ദേവകീ സുതോടു. മുത്തുകാരിയേശോദ മൂങ്കിടമൂത്യമൂ വീടു ദിത്തറാണി മഹിമല ദേവകീ സുതോടു. മുത്തുകാരിയേശോദ అందనింద గొల్లే తల అరచేది మాణిక్యము పందమాడే
మహిమల దేవకీ సుతుడు దేవకీ సుతుడు దేవకీ సుతుడు. അസലായി. ഭയങ്കര രസമുള്ള, അതായത് ഈ പാട്ട് ഡാൻസ് ഞാൻ ഇതിന്റെ ഡാൻസ് കളിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലൊക്കെ ഈ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു കന്നഡ ഒരു കീർത്തനാണ്. അപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് അത് പാടുന്ന കേൾക്കാൻ, പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ സംഗതികളൊക്കെ ഇട്ട് പാടുന്നത് ഭയങ്കര ചന്തം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ അതായത് ഇനി കഥാപ്രസംഗത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കഥാപ്രസംഗം ഈ കടക്കൽ സിസ്റ്റേഴ്സ് എന്നുള്ള പേരൊക്കെ ഇട്ടത് നിങ്ങൾ തന്നെയാണോ, അതോ നാട്ടുകാർ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ഇട്ട് തന്ന പേരാണോ? നമ്മളായിട്ട് തന്നെയാണ് ഇത്. നമ്മളായിട്ട് തന്നെ പേര്. കാരണം പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ കസിൻസ് സ്ഥലം കടക്കലാണ്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ കടക്കൽ സിസ്റ്റേഴ്സ് എന്നൊരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ കഥാപ്രസംഗ രംഗത്ത്? എനിക്ക് കടക്കോട് വിശ്വംഭരൻ സാറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കഥാപ്രസംഗ കോമ്പറ്റീഷന്. പിന്നെ സംഗീത നാടക അക്കാദമിന്ന് അവാർഡ് കിട്ടി. ഓ സൂപ്പർ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? യെസ്, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മിടുക്കികളായ പെൺകുട്ടികളെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നമുക്ക് ഇവർക്കാണ് ഒരു വലിയ കൈയടി കൊടുക്കുന്നത്. കാരണം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണ്? ദേവികയുടെ അമ്മയാണ് വയലറ്റ് സാരി. അല്ല, തെറ്റിപ്പോയി, വെള്ള സാരി. ശരി, ചേച്ചിയുടെ പേര് പറയും. എൻ്റെ പേര് പ്രീത. പ്രീത, ഞാനൊരു അധ്യാപികയാണ്. നിങ്ങൾ അധ്യാപകർ എങ്ങനെയാണ് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ടോ? ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാനൊക്കും അത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന അധ്യാപകരാണ് നമ്മൾ. ഇവരെ കൂടാതെ നമുക്ക് ഓരോ മോന്മാരും കൂടെ ഉണ്ട്. മോന്മാര് 2 ആൺമക്കളും കൂടെ ഉണ്ട്. അവര് എൻ്റെ മോൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ തന്നെ ഡിഗ്രി പിന്നെ മൃദംഗം വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ മോൾ ഇനി ഈ അമ്മേനെ പരിചയപ്പെടാം. അമ്മയുടെ പേര് പറയൂ. എൻ്റെ പേര് പ്രിയ. പ്രിയ. ശരിക്കും നിങ്ങളാണ് സിസ്റ്റേഴ്സ് അല്ലേ? ഓ, ഇവരാണ് ഒരമ്മയുടെ മക്കൾ. അപ്പൊ പറയൂ. എന്നിട്ട് ചേച്ചിയുടെ എന്തൊക്കെയാണ് കലാവാസന കുഞ്ഞിലെ ഉണ്ടായിരുന്നത്? ഡാൻസ് അത്യാവശ്യം കുറച്ച് സ്കൂളിലൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി മക്കളെയൊക്കെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം കുഞ്ഞു നാളിലോട്ട് പാട്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് തോന്നി ഇവരെന്തായാലും ഇങ്ങനെ ആകും. അതുകൊണ്ട് 3 വയസ്സിൽ തന്നെ പാട്ട് ഡാൻസ് എല്ലാം തുടങ്ങി. ചേച്ചിയുടെ പുറകെയാണ് എല്ലാം. എന്ന് വെച്ചാല് ഒരാളിങ്ങനെ ഓരോ ക്ലാസ് കഴിഞ്ഞ് പോകുന്തോറും എന്തൊക്കെ അനിയത്തിയാക്കി എടുക്കണോ അതേ കണക്ക് തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ മോനുണ്ട്, പറഞ്ഞ കണക്ക് തന്നെ മോനുണ്ട്. മോൻ തബല. ഒരാള് മൃദംഗം, ഇവിടെ തബല. മോനല്ല, മോന്മാര്. അപ്പൊ ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കൊറോണയുടെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സമയം പോക്കെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് തബലയും മൃദംഗവും. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ ഭയങ്കര രസമായിരിക്കും. ഒരാൾ തബല, ഒരാൾ മൃദംഗം, ഒരാൾ ഓട്ടംതുള്ളൽ, അതിന്റെ കഥാപ്രസംഗം. സൂപ്പർ. എന്തായാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനി ഇത് ഞാൻ അഭിനന്ദയുടെ അച്ഛൻ. അഭിനന്ദയുടെ അച്ഛനാണ്. അച്ഛനൊരു കലാകാരനാണോ? അതെ, കലാകാരൻ തന്നെയാണ്. ഇപ്പോ സപ്താഹയജ്ഞ ആചാര്യനാണ്. ഓ, സപ്താഹയജ്ഞ ആചാര്യൻ. അതായത് അമ്പലങ്ങളില് പ്രഭാഷണം, ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം, അതുപോലെ മറ്റിതര പുരാണങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഭഗവാനെ വിളിക്കുന്നതിൻ്റെ കൂടെ ആയിരിക്കാം മക്കൾക്ക് ഇങ്ങനെ അനുഗ്രഹം ഉണ്ടാകുന്നത്. എന്തായാലും സന്തോഷമാണ്. രണ്ടല്ല, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും അവരവരായിട്ടുള്ള രീതിയിൽ മികച്ചതായിട്ട് നിൽക്കുന്നു. ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷം, ഐക്യമൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്.